അതല്ല, ഈ 14,000-ഓളം വരുന്ന സ്കൂളുകളിലൊന്നും വേറെ ഒരു സ്ഥലത്തും വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നമില്ല, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രശ്നമില്ല, പഞ്ചായത്ത്. കൊല്ലത്ത് ഷോക്കേറ്റ വിദ്യാർത്ഥി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. നിലവിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. അത് മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ സർക്കാർ ചെയ്യുമെന്നാണ് നടപടിയെടുത്തിരിക്കുന്നത്. കൂടാതെ മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും മിഥുന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ മാനേജ്മെന്റിന് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം അയച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, കടുത്ത നടപടിയിലേക്ക് ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. നിലവിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് സ്കൂൾ അധികൃതർക്കെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം നൽകേണ്ടതായിട്ടുണ്ട്. ഒരുപാട് നിർദ്ദേശങ്ങൾ ഇത്തവണ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങൾ പാലിക്കാതെ സ്കൂൾ തുറക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ്. ആ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടാണോ ഇത്തരത്തിലൊരു സ്കൂൾ പ്രവൃത്തി ആരംഭിച്ചത് എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് മന്ത്രി രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അതുപോലെ തന്നെ വിമർശനം സ്കൂൾ അധികൃതർക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി ഉയർത്തിയിരിക്കുകയാണ്. പ്രധാന അധ്യാപികയുടെ സസ്പെൻഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വമേധയാ നടപടികൾ എടുക്കും എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ട് എന്തൊക്കെ നടപടികൾ ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവൻ ചെയ്യും എന്ന കാര്യം മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ 2025 മെയ് 13 സ്കൂൾ തുറക്കൽ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ സ്കൂൾ സുരക്ഷ സംബന്ധിച്ച നിരവധി നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സർക്കുലർ. ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിച്ചതിന് ശേഷം മാത്രമേ സ്കൂൾ തുറക്കാവൂ എന്നുള്ള കാര്യം അത് കൃത്യമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ ലൈൻ കമ്പി സംബന്ധിച്ച് KSEBയും സ്കൂൾ അധികൃതരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടതാണ്. KSEB സ്കൂൾ അധികൃതരുടെ ഭാഗത്തും അതുപോലെ തന്നെ സ്കൂൾ അധികൃതർ KSEBയുടെ ഭാഗത്തും ഈ കുറ്റം ചുമത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടിയിരുന്നത് സ്കൂൾ അധികൃതർ തന്നെയാണ് എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. ലൈൻ കമ്പി സംബന്ധിച്ചത് പരിഹാരം കാണുന്നത് വരെ മുന്നോട്ട് പോകേണ്ടത് സ്കൂൾ അധികൃതരായിരുന്നു. അതല്ല പ്രശ്നം പെടുന്നില്ല എന്ന സാഹചര്യത്തിൽ അത് മന്ത്രിയെ അറിയിക്കണമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാത്രമല്ല, ഈ സ്കൂൾ തുറക്കൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ യോഗം ചേർന്ന് എടുത്തിട്ട് ഉണ്ടായിരുന്നതാണ്. അതുകൂടാതെ തന്നെ ഈ സ്കൂൾ അധികൃതർക്ക് എതിരെ അടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനം മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിക്കുന്നതും ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. അതായത് ചിലർ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നു എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. അത്തരക്കാർക്ക് ശമ്പളം മാത്രമാണ് വേണ്ടത്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ AEയോട് വിശദീകരണം തേടാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ ചുമതലയുള്ള AE ആന്റണി പീറ്റർ എന്ന ആളാണ് AEO. അദ്ദേഹത്തോട് വിശദീകരണം തേടുമെന്ന കാര്യമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നടപടി എടുക്കാതിരിക്കാൻ കാരണം തേടി മാനേജ്മെന്റിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ലൈൻ കമ്പി സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം തേടിയാണ് മാനേജ്മെന്റിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് 3 ദിവസത്തിനുള്ളിൽ ഇതിന് മറുപടി നൽകണമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സ്കൂൾ മാനേജ്മെന്റിന് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആവശ്യം പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. അക്കാര്യത്തിലൊക്കെ തന്നെ അന്തിമമായിട്ട് തീരുമാനം മാനേജ്മെന്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. മാനേജ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ സ്വമേധയാ പ്രധാന അധ്യാപികയെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു.
മറ്റ് മിഥുന്റെ കുടുംബത്തിനടക്കമുള്ള ധനസഹായങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ വിശദീകരണം നൽകിയതാണ്. അത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ് മിഥുന് വീട് വെച്ച് നൽകുമെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അത് സ്ഥലം നോക്കി അതിനുള്ള വീട് വെച്ച് നൽകുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇളയ സഹോദരന്റെ 12ാം ക്ലാസ് വരെയുള്ള പഠന ചെലവ് ഉൾപ്പെടെ വഹിക്കുമെന്നുള്ള കാര്യവും മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കുടുംബത്തിന് 3 ലക്ഷം രൂപയും അടിയന്തര സഹായമായിട്ട് നൽകാനുള്ള തീരുമാനവും കഴിഞ്ഞ ദിവസം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അത് കൂടാതെ തന്നെ പുതിയൊരു നിർദ്ദേശം PTA പുനഃസംഘടിപ്പിക്കും എന്നുള്ള കാര്യവും മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫിറ്റ്നസ് സംബന്ധിച്ച പരിശോധനകളിലെ വീഴ്ചയിൽ തദ്ദേശ വകുപ്പ് അന്വേഷണം നടത്താനുള്ള തീരുമാനവും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. സ്കൂളിൽ പോയി സന്ദർശനം നടത്തുമെന്നുള്ള കാര്യവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ സ്കൂൾ തുറക്കുന്നതിന് മുൻപായിട്ട് തന്നെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സ്കൂളിൽ പാലിക്കേണ്ടത്, കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപിടി നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. സുരക്ഷാ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും വകയില്ലാത്ത തരത്തിൽ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നുള്ള കാര്യമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ അതിൽ ഉറപ്പ് നൽകിയതാണ്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞപ്പോഴും അത്തരത്തിലുള്ള ഉറപ്പ് വീണ്ടും മന്ത്രി നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള ആവശ്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാനേജ്മെന്റിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 3 ദിവസത്തിനകം നോട്ടീസ് നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ആവശ്യത്തോട് അനുകൂലമായിട്ടുള്ള പ്രതികരണം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്കിൽ വകുപ്പ് സ്വമേധയാ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള കാര്യം മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. അതല്ലാതെ മറ്റ് നടപടികളിലേക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുമെന്ന കാര്യത്തിൽ മന്ത്രി ഉറപ്പ് നൽകുകയാണ്. PTA അടക്കം പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതുകൂടാതെ തന്നെ മിഥുന്റെ കുടുംബത്തിന് വേണ്ട ധനസഹായം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഫിറ്റ്നസ് സംബന്ധിച്ചുള്ള പരിശോധനകൾ അത് നടത്തേണ്ടത് തദ്ദേശ വകുപ്പാണ്. തദ്ദേശ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യവും കൂടിയാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഷോക്കേറ്റ വിദ്യാർത്ഥി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അടിമുടി അനാസ്ഥയാണ് നിലവിൽ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വി ശിവൻകുട്ടി വാർത്താസമ്മേളനം വിളിക്കുകയായിരുന്നു. അതിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള കടുത്ത നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. നിലവിൽ ആ കുടുംബത്തിന് നഷ്ടപരിഹാരം മാനേജ്മെന്റ് നൽകണം. മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൈമാറണം. മിഥുന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. എന്തു ചെയ്താലും ശമ്പളം നൽകുമെന്ന മനോഭാവം മാറ്റണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. സൂര്യഗായത്രിയാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ചെറിയ ഇടവേള. മൈ ചോയ്സ് 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ് ക്വാളിറ്റി